എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ആഗസ്റ്റ് 7 വ്യാഴാഴ്ച. ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേ ആയിരുന്നു. ഒരു അതിസുന്ദരമായ ബൗൺസ് ബാക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാ സെക്ടറുകളിലും ഇൻഡെക്സുകളിലെല്ലാം തന്നെ ഒരു റിക്കവറി മോഡലായിരുന്നു എത്തിയിരുന്നത്. അതായത് ഇന്നത്തെ ഈ ഒരു റിക്കവറിക്ക് പ്രാധാന്യമുണ്ട്. കാരണം ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് ഇത്. ഇന്നൊരു സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇൻട്രാഡേ ലെവലിൽ നിന്ന് 800 പോയിന്റ് വീണ്ടെടുത്തു എന്നുള്ളതാണ്. 800ഓളം പോയിന്റ് റിക്കവറി നടത്തിയിട്ടുണ്ട്. ബാങ്കിങ് ഹെവി വെയ്റ്റുകളിലും അതുപോലെ സെലക്റ്റഡ് IT സ്റ്റോക്കുകളുമൊക്കെയുള്ള ഒരു സ്ട്രോങ് ബൈയിങ് സെന്റിമെന്റ്സ് തന്നെയാണ് ഇന്ന് മാർക്കറ്റിലൊരു റിക്കവർ മോഡിലേക്ക് കൊണ്ടെത്തിച്ചത്. HDFC ബാങ്കും റിലയൻസുമാണ് ഏറ്റവും മുന്നിൽ നിന്നത്. നല്ലതല്ലാത്ത തരത്തിലുള്ള ഒരു സെല്ലിംഗ് പ്രഷറും ഉണ്ടായിരുന്നു. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന്റെ ആഘാതം കറൻസിയുടെ മൂല്യത്തകർച്ചയിലൂടെ IT സേവനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് സത്യത്തിൽ ഇൻവെസ്റ്റർമാർ കരുതിയിരിക്കണം. അതുകൊണ്ടായിരിക്കാം നിഫ്റ്റി IT ഇൻഡെക്സ് 0.87% ഉയർന്നത്. ഇന്നത്തെ മാർക്കറ്റിലെ ഒരു റിക്കവറിക്ക് IT സെക്ടർ ഒരു നിർണായക പിന്തുണ നൽകിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യ തുടർച്ചയായി എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് 50% ഇരട്ടിയാക്കിയ ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്ന് മാർക്കറ്റുകൾ തുടക്കത്തിൽ നല്ല ഒരു സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ 21 ദിവസത്തെ പീരീഡ് വിൻഡോ ഒരു കുറച്ച് ആശ്വാസം നൽകി. ഇത് US-ഉം ഇന്ത്യ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചയ്ക്ക് ഇടം സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. സെൻസെക്സ് ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്തത് 79,811 ആ 79,811 നിന്ന് 811 പോയിന്റ് ഉയർന്ന് 80,623 എന്നുള്ള ലെവലിലാണ്. 79 പോയിന്റ് പോസിറ്റീവിലാണ് അവസാനം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയും ഇന്ന് ഇൻട്രാഡേ ലോ ക്രിയേറ്റ് ചെയ്തത് 24,344 24,344 നിന്ന് 252 പോയിന്റോളം ഉയർന്ന് 24,596 ലെവലിൽ, അതായത് 22 പോയിന്റോളം ഉയർന്നിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏതായിരുന്നാലും ഒരു സുന്ദരമായ റിക്കവറി തന്നെയാണ്. കണ്ടിന്യൂ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ 4, 6, 8 ക്യാനിൽ കണ്ടിന്യൂ ഗ്രീനിൽ. ഓക്കെ, നല്ല ഒരു സുന്ദരമായ ട്രേഡിംഗ് ഡേ തന്നെയായിരുന്നു ഇന്ന്. അതായത് കഴിഞ്ഞ ആഴ്ച പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഇറക്കുമതികൾക്ക് നേരത്തെ 25% താരിഫാണ് ചുമത്തിയത്. അത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇനി 21 ദിവസത്തെ നോട്ടീസ് പീരീഡിന് ശേഷം ആഗസ്റ്റ് 27 മുതൽ താരിഫുകൾ വീണ്ടും പ്രാബല്യത്തിൽ വരും. BSEയിൽ ടെക് മഹീന്ദ്ര, എയർടെൽ, അതായത് പഴയ സൊമാറ്റോ ആണ്, HCL ടെക്നോളജി എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നേട്ടമുണ്ടാക്കിയത്. അദാനി പോർട്സ്, അതുപോലെ ട്രെൻഡ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവയാണ് പ്രധാനമായും ഇന്ന് നഷ്ടം നേരിട്ടത് BSEയിൽ. അതുപോലെ NSEയിലേക്ക് വരികയാണെങ്കിൽ ഹീറോ മോട്ടോകോപ്പ്, ടെക് മഹീന്ദ്ര, JSW സ്റ്റീൽ എന്നിവയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ട്രേഡിംഗ് നടന്നത്. അതേസമയം അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്സ്, ഗ്രാസിം എന്നിവയാണ് ഇന്ന് നല്ല നഷ്ടം നേരിട്ട ഓഹരികളും. മാത്രമല്ല ഇന്ന് ബ്രോഡർ ഇൻഡെക്സുകളും പോസിറ്റീവ് സോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ്, അതേപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ, അതുപോലെ IT, മീഡിയ, ഓട്ടോ, PSU ബാങ്ക്, മെറ്റൽ എന്നിവ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ മാത്രമാണ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈന് വരയ്ക്കുകയാണെങ്കിൽ തന്നെ നാളെ ഏകദേശം ഈ ഒരു റേഞ്ച് വരെ 24,650 to 24,700 ആ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യത. ഇന്നത്തെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടി നാളെ മൂവ് ചെയ്യുകയാണെങ്കിൽ 24,700 അടുത്തൊക്കെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ ഒരു ട്രെൻഡ് ലൈന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു 1 hour അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ക്യാൻഡിലോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 24,750 to 24,780 ആ ഒരു റേഞ്ചിലൊക്കെ പോകാനുള്ള സാധ്യത നിഫ്റ്റി നമുക്ക് കാണുന്നുണ്ട്. ഏതായിരുന്നാലും ഡൗൺ സൈഡിലേക്ക് 24,400 മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഇനി ഡൗൺസിലേക്ക്
അത്രത്തോളം വരുമെന്ന് നമ്മൾ നേരത്തെ പേടിച്ച പോലെ ആ ഒരു ആശങ്കപ്പെട്ടതുപോലെ ഇനി ആശങ്കപ്പെടാനുള്ള വകയില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം 24,400 താഴെ ഇന്ന് അതിശക്തമായി താഴേക്ക് വന്ന് 24,344 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ 24,400 താഴെ തന്നെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അല്പം ആശങ്കപ്പെടേണ്ടി വന്നേനെ. ഏതായിരുന്നാലും നല്ലൊരു റിക്കവറി മോഡൽ, ഒരു നല്ല ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് വീണ്ടും ശക്തമായി മുകളിലേക്ക് പോകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതായിരുന്നാലും ഇന്നലെ നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് സെൻസെക്സ് ആണിത്. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 80,820 മുകളിൽ, അതേപോലെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 80,360 താഴെയാണ് എൻട്രി പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത് 1 hour ടൈം ഫ്രെയിമാണ്. നമുക്ക് 15 minutes ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നോക്കൂ, ഇവിടെ ഓപ്പൺ ചെയ്തത് 80,270. ഓക്കെ, നമുക്ക് 80,360 താഴെയാണ് എൻട്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനും താഴെയാണെന്ന് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഈ സപ്പോർട്ട് ലൈനിന് മുകളിലേക്ക് പോയി വീണ്ടും ആ ലൈനിന് താഴേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ട്രേഡിംഗ് അറിയുന്ന ആളുകളായിരുന്നെങ്കിൽ ഇവിടെ നിന്നെങ്കിലും എൻട്രി ധൈര്യമായിട്ട് എടുത്ത് പോകാമായിരുന്നു. അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നോക്കൂ, 450 പോയിൻറ്റോളം പ്രോഫിറ്റ് റാലി നമുക്ക് ഇന്ന് നടന്നിട്ടുണ്ടാവും. അതേസമയം തിരിച്ച് റിക്കവറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയാണ് ട്രെൻഡിലെ റെസിസ്റ്റൻസ് ലൈനുള്ളത്. അതുകൊണ്ട് തിരിച്ച് കയറുന്ന സമയത്ത് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നും 440ഓളം പോയിൻറ്റിൻ്റെ റാലി സെൻസെക്സിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രേഡർമാരുടെ കണക്കിൽ അത് ഇന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് കയ്യോടെ നാളേക്കുള്ള റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്, 80,820. ഓക്കെ, ഇപ്പോൾ 80,700 നിൽക്കുന്നത്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് 100 പോയിൻറ്റിന് മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ സംഭവിക്കുകയാണെങ്കിൽ 81,090 മുകളിൽ എൻട്രി പ്രതീക്ഷിച്ചാൽ മതി. അതേസമയം ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ, അതായത് 80,820 അല്ലേ പറഞ്ഞത്, 80,820. ഓക്കെ, ഈ റെസിസ്റ്റൻസ് സോണിനെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതേസമയം സപ്പോർട്ടായിട്ട് നമുക്ക് 80,450 തന്നെ ധാരാളം വാച്ച് ചെയ്യാം. ഓക്കെ, ഇത് സപ്പോർട്ടായിട്ടും നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സെൻസെക്സിൽ നമുക്ക് നാളെ വാച്ച് ചെയ്യാം. നാളെ ഫ്രൈഡേ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. എന്നിരുന്നാലും മാർക്കറ്റ് അത്യാവശ്യം ഒരു പോസിറ്റീവ് മോഡിലേക്ക് വന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സെയിം ആണ്. നമ്മൾ പറഞ്ഞ രൂപത്തിൽ തന്നെ 55,200 താഴെയാണ് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കൂ, ഓപ്പൺ ചെയ്തത് 55,216. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് അല്പം എന്നിട്ട് മുകളിലേക്ക് പോയി 55,364 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കണക്ക് പ്രകാരം ഇവിടെ നിന്നും ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് 150 പോയിൻറ്റിൻ്റെ റാലി ബാങ്ക് നിഫ്റ്റിയിലും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ടായിട്ട് ഇത് തന്നെ 55,200 തന്നെയാണ് വാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, റെസിസ്റ്റൻസ് സോൺ നമുക്ക് മാറ്റണം. റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 55,750. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഈ 2 റേഞ്ചുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും നമുക്ക് 15 minutes ടൈം ഫ്രെയിമിൽ 24,530 താഴെയാണ് നമ്മൾ എൻട്രി, അതായത് സപ്പോർട്ട് പറഞ്ഞിരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്തത് 24,467, അതായത് നമ്മുടെ സപ്പോർട്ട് ലെവലിനും താഴെ. അതിനുശേഷം മുകളിലേക്ക് പോയി സപ്പോർട്ട് ലെവലിനെ തൊട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ മുകളിലേക്ക് പോയി തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ സെൻസെക്സിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ട്രേഡ് അറിയുന്ന ആളുകളാണെങ്കിൽ ഇവിടെ നിന്നും എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ 150 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് നിഫ്റ്റിയിലും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ
3 ഇൻഡെക്സുകളും ഇന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം. നാളെ നമുക്ക് 24,690 തന്നെയാണ് നാളത്തെയും റെസിസ്റ്റൻസ്. സപ്പോർട്ടായിട്ട് 24,530. ഇതിൽ നിന്ന് മാറ്റം വരുത്തേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നാളെ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇവ ഇന്നത്തെ പോലെ ബ്രേക്കൗട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് ഉചിതമായ സമയങ്ങളിൽ എൻട്രി എടുത്ത് പോകാം. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ധാരാളം ജോയിൻ ചെയ്യാം. നാളെ നല്ലൊരു പ്രോഫിറ്റ് ബിൽഡ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.